നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. അതിനായിട്ട് നമ്മളിപ്പോൾ 1 കിലോ കപ്പ എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കപ്പ മുങ്ങിക്കിടക്കുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ വേവിച്ചെടുക്കാം. നമ്മളിത് 1 കിലോ മീൻ എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏത് മീൻ വേണോ യൂസ് ചെയ്യാം, ചൂരയോ നെമ്മീനോ ഏത് വേണോ യൂസ് ചെയ്യാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിനായിട്ട് 25 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 12 വെളുത്തുള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ട് വരാം. നമുക്കിനി വേവിക്കാൻ വെച്ചിരുന്ന കപ്പയുടെ അടപ്പ് തുറന്നു നോക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമ്മുടെ കപ്പ. ഈ ഒരു സമയം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുക. വീണ്ടും ഇതിനെ അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിന്റെ അടപ്പ് തുറന്നു നോക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയം നമുക്കിതിലെ വെള്ളം കളഞ്ഞേച്ച് വരാം. നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം നമുക്കിതിനെ ഇത്രയും പൊടിച്ചെടുക്കാം. നമുക്കൊരു സ്പൂൺ കൊണ്ട് തന്നെ അതിനൊന്ന് സ്മാഷ് ചെയ്തെടുത്താൽ മതിയാകും. നമ്മളിതിപ്പോ ഈ ഒരു പരുവത്തിന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വെച്ചേക്കാം. ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോ എണ്ണ ചൂടാവുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴന്നു വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയുള്ളിയും കൂടി ഈ ഒരു സമയം ചേർത്ത് കൊടുത്തേക്കാം. ഉള്ളിയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഈ ഒരു സമയം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിന്റെ പച്ചമണം മാറ്റിയെടുക്കുക. പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കൂട്ടിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ 2 കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അതിനെ ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇനി നമുക്ക് അടപ്പ് മാറ്റി കൊടുക്കാം. നമ്മുടെ കറിയെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതിനെ അടച്ചു വെക്കാം. അതങ്ങനെ കിടന്ന് തിളച്ചോട്ടെ. നമുക്ക് വീണ്ടും അടപ്പ് തുറന്ന് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ മീനെല്ലാം ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന കപ്പ. ഈ ഒരു സമയം നമുക്ക് മീനിലേക്ക് നമ്മുടെ പൊടിച്ച കപ്പയും കൂടി ചേർത്ത് കൊടുത്തേക്കാം. പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി റെഡി. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് വറുത്തൊഴിക്കാം. നമ്മളിപ്പോ കടുക് വറുത്ത് ഒഴിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ചാറോട് കൂടി ഇത് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ചാറെല്ലാം വറ്റി കഴിഞ്ഞിട്ട് കപ്പ ചേർക്കാം. നമ്മളിപ്പോ കുറച്ച് ചാറോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത്.